നമ്മള് ഫസ്റ്റത്തെ പ്രോബ്ലം ചെയ്തതാണ്. ഒന്നും കൂടി ചെയ്യണോ? അതൊക്കെ ചെയ്ത് കഴിഞ്ഞല്ലേ ഓൾറെഡി. 1, 2, 3, 4 വരെ ചെയ്ത് കഴിഞ്ഞ്. 4 വരെ ചെയ്ത് കഴിഞ്ഞോ? അതെ. ഞാൻ ഇത് ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നതാണ്. അതിൽ ഇന്നലെ നമ്മൾ ഫസ്റ്റത്തെ പ്രോബ്ലം കംപ്ലീറ്റ് ആക്കി. സെക്കൻഡും ചെയ്തില്ല. പെട്ടെന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചെയ്തല്ല. 14/45. സെക്കൻഡ് ചെയ്തു. അതെ. തേർഡ് പ്രോബ്ലം ചെയ്താലോ? തേർഡ് പ്രോബ്ലം നോക്ക. എന്താ തേർഡ് പ്രോബ്ലം വരുന്നേ? 8/9 minus 4/5. 8/9 minus 4/5 പ്ലസ് 5/7. ആദ്യം നമ്മൾ എന്താ ചെയ്യണ്ടേ? ആദ്യം നമുക്ക് അഡീഷൻ ഉള്ളത് ആദ്യം ചെയ്യാം. ഏതാ അഡീഷൻ ഉള്ളത്? 4/5 പ്ലസ് 5/7 അല്ലേ? അഡീഷൻ നിൽക്കുന്നത് അതാണ്. അപ്പൊ ഇങ്ങനെ അഡീഷൻ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ഡിഫറെന്റ് ആയിട്ടുള്ള ഡിനോമിനേറ്റേഴ്സ് ആയതുകൊണ്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. എന്ത് വരും? 4 into 7 plus 5 into 5 അല്ലേ? ഡിവൈഡഡ് ബൈ 5 into 7 വരും. എന്ത് വരും? 4 into 7 അത് അത് പ്ലസ് ആണോ? ഇതിപ്പോ -4 എന്നുള്ളതല്ല, അത് -4/5 എന്നല്ല അത്. അപ്പൊ മൈനസ് അല്ല അത്. ആദ്യം മൈനസ് അല്ലേ ചെയ്യേണ്ടത്? എന്താ -4 ഇടണമെന്നാണോ ക്വസ്റ്റ്യൻ? അതാണ് ഡൗട്ട്. അതെ. ഇല്ല, നമ്മൾ ഒന്നാമത്തെ ഫ്രാക്ഷൻ തന്നിരിക്കുന്ന പ്രോബ്ലത്തില് ഫസ്റ്റ് 8/9 അല്ലേ പ്രോബ്ലം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കണ്ടോ? ബ്രാക്കറ്റ് ഇട്ടിട്ടാ. അത് -4 വരുന്നില്ല. കണ്ടോ? ഓക്കെ. അപ്പൊ പ്ലസ് ആണെങ്കിൽ ഫസ്റ്റിലത്തതും തേർഡും അല്ലേ പ്ലസ് ആയിട്ട് വരുന്നത്? എന്താ? ഫസ്റ്റ് ഫ്രാക്ഷനും തേർഡ് ഫ്രാക്ഷനും അല്ലേ പ്ലസ് ആയിട്ട് വരുന്നത്? ഫസ്റ്റ് ഫ്രാക്ഷനോ തേർഡ് ഫ്രാക്ഷനോ? അതെ. അല്ലല്ലോ. അത് രണ്ടുമല്ലേ പ്ലസ്സിൽ വരാൻ. നടുവുള്ളത് മൈനസ് അല്ലേ? നടുവുള്ളത് മൈനസ് അല്ലേ? ആദ്യം മൈനസ് അല്ലേ മെസ്സേജ് ചെയ്യേണ്ടത്? നമ്മൾ നോക്കുക. നമുക്ക് ഇങ്ങനെ ഒരു 3 ഫ്രാക്ഷൻ തന്നിരിക്കുക. ഇവര് പറഞ്ഞിരിക്കുന്നത് 8/9 minus 4/5 plus 5/7. ഇതെന്താ മീൻ ചെയ്യുന്നേ? നമുക്ക് ആദ്യം അഡീഷൻ ചെയ്യണം, പിന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? സബ്സ്ട്രാക്ഷൻ ചെയ്യേണ്ടത് അല്ലേ? അതുകൊണ്ടാണ് നമ്മള് അഡീഷൻ തന്നിട്ടുള്ള ഫ്രാക്ഷൻസ് എടുക്കുന്നത്. അതേതാ? ഫസ്റ്റിലുള്ളതല്ലേ? ഇതാണല്ലോ അഡീഷൻ തന്നിട്ടുള്ളത് അല്ലേ? അല്ലേ? അങ്ങനെയാ? ഓക്കെ. അതിൽ നിന്ന് ആ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 8/9 നിന്ന് നമുക്ക് ആ കിട്ടിയിട്ടുള്ള വാല്യൂ മൈനസ് ചെയ്യണം. മനസ്സിലാക്കി തെറ്റിയതാണ്. നമ്മള് മൈനസ് ഇപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ആ ബ്രാക്കറ്റിന് ബ്രാക്കറ്റിന് പുറത്താണ്, അതായത് 4/5 അതിന്റെ ബ്രാക്കറ്റിന് പുറത്താണ് ഞാൻ മൈനസ് ഇട്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തത്. മനസ്സിലായോ? അപ്പൊ ചെയ്യുമ്പോ എന്ത് വരും? ഞാനും തിരിച്ചാ മനസ്സിലാക്കിയ. ഞാൻ മേഡത്തിന് അയച്ചായിരുന്നു. മേഡം ഒന്നും പറഞ്ഞില്ലായിരുന്നു. നോക്കിക്കഴിഞ്ഞാൽ എന്താ വരാ നോക്കിയാ? 4 into 7
4 into 7. 4 into 7. 5 into 5. Divided by 5 into 7. 4 into 7. Yeah. 28. 28. 28. Plus Plus 25. 25. എന്ത് വരും? Divided by 35. Equal to 53. 53 by 35. 53 divided by 35. 35. വെട്ടിപ്പോവോ? ഇല്ലല്ലോ, ചാൻസ് ഇല്ലല്ലോ വെട്ടാൻ. 2 പോവില്ല, 3 പോവില്ല, 4 പോവോ? ഇല്ല. ഇല്ല. 5 ഇല്ല. ഇല്ല, പോവില്ല. 6 ഇല്ല. 7 ഇല്ല. ഇല്ല. 8 ഇല്ല. 9 ഇല്ല. 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 അപ്പോ ഇതാണ് വരിക. അതായത് ആദ്യത്തെ 2 ഫ്രാക്ഷൻസ് അഡീഷൻ ചെയ്യുമ്പോൾ ഇതാണ് വരിക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? 8/9 മൈനസ് ചെയ്യണം. 8/9 മൈനസ് എന്താ വന്നേ? 53 divided by 35. 35. ഇനി ഇതെങ്ങനെ മൈനസ് ചെയ്യാം? ഇവിടെയും നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. എന്ത് വരും? 8 into 35. 8 into 35 minus 9 into 53 divided by 9 into 35. എന്ത് വരും? 8 into 35. 8 into 35. ചെയ്ത് നോക്കൂ കാൽക്കുലേറ്ററില്. 280. 218 ആണോ 80 ആണോ? 80. 80 മൈനസ് 9 into 53. 477. 477. 77. 7 7. 477. 777 ആണോ? No. 477. 477. 477. Okay. Divided by 9 into 35. 315. ഇനി എന്താ ചെയ്യാ? ഇത് ചെറുതിൽ നിന്ന് വലുതിനെ കുറയ്ക്കാനാ പറഞ്ഞിട്ടുള്ളത് അല്ലേ? 280 നിന്ന് 477 ആണ് മൈനസ് ചെയ്യേണ്ടത്. അതായത് ചെറുതിൽ നിന്ന് വലുതിനെ കുറയ്ക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് എന്ത് വരും? മൈനസ് വരും. ഇനി കുറയ്ക്കുമ്പോ വലുതിൽ നിന്ന് ചെറുതിനെ കുറയ്ക്ക. എന്ത് വരും? minus 197. 197. 197 divided by 315. ഏതിലേലും പോവോ? ചെക്ക് ചെയ്ത് നോക്കൂ. 197 divided by 3. 197 divided by പോകില്ല. പോവില്ലാന്ന് തോന്നുന്നു. ഇല്ല. അതാണ് ആൻസർ വരിക. ഓക്കെ. 197 315. ഇത് അഡീഷണൽ എങ്ങനെ മനസ്സിലാവും? എനിക്ക് ഡൗട്ട് ഉണ്ട്. ഞാൻ ചെയ്തത് തിരിച്ചാണ് ചെയ്തത്. ഞാനും തിരിച്ച 253 ആണ് ക്യാൻസൽ. ഇതെങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാവും ഇങ്ങനെ വന്നു കഴിഞ്ഞാല്?
അതെ, നമ്മള് ഇവിടെ തന്നിട്ടുള്ളത് നമ്മൾ ബോർഡ് മാസ് റൂൾ യൂസ് ചെയ്യാ. അതായത് ആദ്യം അഡീഷൻ ചെയ്യാ. മനസ്സിലായോ? ബോർഡ് മാസിൽ ആദ്യം അഡീഷൻ അല്ലേ വരിക? അഡീഷൻ ആണ് വരുന്നത്. പക്ഷെ ഈ -4 5 കണ്ടപ്പോ അത് -4 ചെയ്തതാണോ? ഈ മൈനസ് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതല്ലേ? അതെങ്ങനെ മൈനസ് ക്രോസ് മൾട്ടിപ്ലിക്കേഷനിൽ വരിക? ഞാൻ പറഞ്ഞു ആ ബ്രാക്കറ്റിന് പുറത്തായതുകൊണ്ട്. -4/5 വരുമ്പോ നമ്മൾ ആദ്യം അത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ ചെയ്യുന്നത്? അങ്ങനെ ചെയ്യുമല്ലോ. ഇല്ല, ആ മൈനസ് വരില്ല. അതായത് ആ ബ്രാക്കറ്റിന് പുറത്താണ് വന്നിട്ടുള്ളത്. അത് ഫ്രാക്ഷന് കൺഫ്യൂഷൻ വരും. അത് കുറച്ച് നമുക്കത് ശരിയായിക്കോളും. ചെയ്ത് 2-3 ചെയ്യുമ്പോ ക്ലിയർ ആവുക. അതെ. നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കിയാലോ? അപ്പൊ ചിലപ്പോ ക്ലിയർ ആവും. അടുത്ത പ്രോബ്ലം ഏതാ? അടുത്തത് 4/7. 4/7 പ്രോബ്ലം. ബ്രാക്കറ്റ് ഓഫ് 4 അല്ലേ? അതെ, ഒരു ബിഗ് ബ്രാക്കറ്റ് ഉണ്ട്, അതിന്റെ ഉള്ളിൽ ഒരു മിനി ബ്രാക്കറ്റ് ഉണ്ട്. അതെങ്ങനെ വരിക? ആദ്യം നമുക്ക് വലിയൊരു ബ്രാക്കറ്റ് തന്നിട്ടുണ്ട്. അതിനെന്താ 4/7 പ്ലസ് 6/7. അത് ക്ലോസ് ചെയ്തു. പോരാത്തന് ഒരു ബ്രാക്കറ്റ് 2/5. ഇതല്ലേ വന്നിരിക്കുന്നേ? ഇങ്ങനെ വന്നിരിക്കുന്നേ. ഇതെന്താ? ഈ ബ്രാക്കറ്റ് എന്ന് പറയണത് അത് നമ്മുടെ ഫ്രാക്ഷൻ ഉള്ള ബ്രാക്കറ്റാ. മനസ്സിലായോ? അതായത് അഡീഷൻ പറഞ്ഞിട്ടുള്ള ബ്രാക്കറ്റാ. അതായത് 4/7 പ്ലസ് 6/7 വേണ്ടിയിട്ടുള്ള ബ്രാക്കറ്റ് ആണത്. മനസ്സിലായോ? അതല്ലാതെ നമുക്ക് അഡീഷണൽ ബ്രാക്കറ്റ് പറഞ്ഞ് തന്നിട്ടുള്ളത് മൾട്ടിപ്ലിക്കേഷനാ. മനസ്സിലായോ? അതായത് 4/7 പ്ലസ് 6/7 ഇൻറ്റു 2/5. അതായത് ഇൻറ്റു ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ബ്രാക്കറ്റ് നമുക്ക് തന്നിട്ടുള്ളത്. ബ്രാക്കറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ചിഹ്നങ്ങളൊന്നും തരാത്തതുകൊണ്ട് അത് എന്തായാലും ഇൻറ്റു ആയിരിക്കും. അതായത് ഈ വലിയ ബ്രാക്കറ്റ് ഇല്ലേ, ഈ വലിയ ബ്രാക്കറ്റ് തന്നിട്ടില്ലെങ്കിലും എന്താണത് അവിടെ മീൻ ചെയ്യണത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. മനസ്സിലായോ? നമുക്ക് അവിടെ ഒന്നും ചിഹ്നം തന്നിട്ടില്ല. ഇല്ലല്ലോ? ഇല്ല. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2x എന്ന് എഴുതി. നമ്മള് ഇപ്പോ നമുക്കൊരു വാല്യൂ അറിയില്ല, അപ്പൊ അതിന് നമ്മൾ x എന്നല്ല കൊടുക്കുക അല്ലേ? എന്തെങ്കിലും പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഒരു വാല്യൂ അറിയാത്തുണ്ടെങ്കിൽ അതിനെ നമ്മൾ അസ്യൂം ചെയ്തിട്ട് x എന്നാണ് പറയാ. അപ്പൊ നമ്മളൊരു 2x എടുക്കുകയാണെങ്കിൽ എന്താ ഇതിന്റെ മീനിങ്? 2 ഇൻറ്റു x. അതാണല്ലോ മീനിങ് അല്ലേ? ഇതിന്റെ ഇടയിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നിട്ടില്ല, പക്ഷെ അവിടെ ഇൻറ്റു ആണ് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് നമുക്കറിയാം. അതേ സെയിം തന്നെയാണ് എന്ത് വരുന്നത്? ബ്രാക്കറ്റ് ഇടുമ്പോഴും അതുപോലെ ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിലും നമുക്ക് ചിഹ്നങ്ങളൊന്നും തന്നിട്ടില്ലെങ്കിൽ വരുന്നതും അങ്ങനെയായിരിക്കും. മനസ്സിലായോ? അപ്പൊ നമുക്ക് ആദ്യം അഡീഷൻ ചെയ്യാം. നമുക്ക് ബ്രാക്കറ്റിലുള്ളത് കാരണം നമുക്ക് ബോർഡ് മാസിൽ അറിയാം ബ്രാക്കറ്റ് ആണ് ആദ്യം കളയേണ്ടത് അല്ലേ? നമുക്ക് ആ പ്ലസിന്റെ ബ്രാക്കറ്റിനെ അങ്ങോട്ട് കളയാം. അങ്ങനെ കളയുമ്പോ എന്ത് വരും? കളയാന്നൊക്കെ പറയണത് ഞാൻ അങ്ങനെ പ്രോബ്ലം ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്ലസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആ ബ്രാക്കറ്റിന്റെ ആവശ്യമില്ലല്ലോ, ഒറ്റ വാല്യൂ അല്ലേ വരുള്ളൂ പ്ലസ് ചെയ്ത് കിട്ടുമ്പോ. പിന്നെ അപ്പൊ നമുക്ക് ബ്രാക്കറ്റ് ഇടേണ്ട ആവശ്യം വരില്ല. ഓക്കെ, ക്ലിയർ ആയോ? അതായത് ഇവിടെ നമുക്ക് 2 വാല്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ബ്രാക്കറ്റ് കാണിച്ചിട്ടുള്ളത്. നമ്മളത് പ്രോബ്ലം ചെയ്യുമ്പോ, അതായത് അഡീഷൻ ചെയ്യുമ്പോ നമുക്ക് ഒറ്റ ഒരു വാല്യൂ കിട്ടുക. അപ്പൊ നമുക്ക് ആ ബ്രാക്കറ്റ് ഇടേണ്ട ആവശ്യമുണ്ടോ? അപ്പോ ചെയ്യാം. എന്ത് വരും? 4 × 7 അല്ല, ഇത് നമുക്ക് സെയിം ആയിട്ടുള്ള ഡിനോമിനേറ്റർ ആണ്. അപ്പൊ എന്താ ചെയ്യാ? സെയിം ആയിട്ടുള്ള ഡിനോമിനേറ്റർ 4 + 6 / 7 10/7
7 വരും. 7. ഇതിന് 10/7 വരുന്ന 4 4 plus plus 6. 6 divided by ആ ഡിനോമിനേറ്റർ അങ്ങനെ കൊടുത്തു. അങ്ങനെ 10/7 ആയി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണ്ടേ? 10/7 into 2/5. 2/5. എന്താ വരിക? 10 into 2 divided by 7 into 5. 5 എന്ത് വരും? 20 divided by 35. 5. വെട്ടിപ്പൂലേ? 4/5 കൊണ്ട് വെട്ടിപ്പോ 4/7. 4/7 ആയിരിക്കും 7. ആൻസർ വരിക. 4/7 ആയിരിക്കും ആൻസർ വരിക. ക്ലിയർ ആയോ? ഇതിന്റെ അടുത്ത പ്രോബ്ലം ഇതേപോലെ തന്നെയാണ് വരുന്നത്. എഴുതിയെടുക്കുന്നുണ്ടോ? എഴുതിയെടുക്കുന്നുള്ളവർ എഴുതിയെടുക്കുക. പറഞ്ഞു. എന്ത് വരും? മൈനസ് ചിഹ്നം വരും. -5 divided by 21. ഇല്ല, ചാൻസ് ഇല്ല. ഓക്കെ അല്ലേ? ഈ പ്രോബ്ലം ചെയ്തിട്ട് കറക്റ്റ് ആയ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇത് നമ്മൾ എന്താ ചെയ്തേ? ആദ്യത്തെ സബ്സ്ട്രാക്ഷൻ ചെയ്തതിന്റെ ആൻസർ ആണിത്. ഇനി എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷനും കൂടി ഉണ്ട് അല്ലേ? -5/21 into 4/9. എന്താ വരിക? ന്യൂമറേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. ന്യൂമറേറ്റേഴ്സ് ഏതാ? -5 into 5 വരും കേട്ടോ. 21 into 9. -20 -10 by -10 189. വെട്ടിപ്പോവോ? പോവില്ല. ഇല്ല. പ്രോബ്ലം കറക്റ്റ് ആയവരുണ്ടോ? ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തിട്ടുണ്ടായില്ല. ഓക്കെ. എന്താ? ഞാൻ ചെയ്തതാണ്, കറക്റ്റ് ആണ്. ഓക്കെ. അപ്പൊ അടുത്ത പ്രോബ്ലം നോക്കാം നമുക്ക്. അടുത്ത പ്രോബ്ലം ഇതേപോലെ തന്നെ വരുന്ന ഒരു പ്രോബ്ലം ആണ്. എന്താണ്? 4/7 ഹരിക്കണം 2/5 minus 4/9. ഇവിടെ നമ്മൾ ആദ്യം എന്താ ചെയ്യാ? ഡിവിഷൻ വേണം ആദ്യം ചെയ്യാനായിട്ട് അല്ലേ? അതായത് ഈ ഒരു ടേം വേണം ആദ്യം ചെയ്യാനായിട്ട് അല്ലേ? ആദ്യം ഡിവിഷൻ വേണ്ട ചെയ്യാൻ. ബ്രാക്കറ്റ് ഓഫ് ചെയ്യുക, പിന്നെ ഡിവിഷൻ ചെയ്യുക. ഡിവിഷൻ ചെയ്യുമ്പോ എങ്ങനെ വരും? 4/7 into 5/2 ആയിട്ട് മാറും. ഇൻറ്റു എന്താ? ഇത് റെസിപ്രോക്കൽ ചെയ്യാം. എന്താ ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ എങ്ങനെ വരും? ഡിവിഷൻ ചെയ്യുമ്പോ റെസിപ്രോക്കൽ ചെയ്യാല്ലേ? റെസിപ്രോക്കൽ
ഡിവിഷൻ ചെയ്യുമ്പോ രണ്ടാമത്തെ ഫ്രാക്ഷൻ തല തിരിഞ്ഞു വരും, ചിഹ്നം മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും അല്ലേ? ക്ലിയർ അല്ല? ഒരു സ്റ്റെപ്പും കൂടി ചെയ്യണോ? 4 divided by 7 2/5 എന്ത് വരും? 4/7 into 5/2 ആയിട്ട് മാറും. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? ആരോ ഒരാള് അയച്ചെന്ന പ്രോബ്ലത്തില് ഡിവിഷൻ ചെയ്തപ്പോ വെറുതെ ചിഹ്നം മാറ്റിയിരിക്കുക, അതായത് ഡിവിഷൻ എന്നുള്ളത് മൾട്ടിപ്ലിക്കേഷൻ ആക്കി, പക്ഷെ രണ്ടാമത്തെ ഫ്രാക്ഷൻ അതേപോലെ തന്നെ സെയിം എഴുതിയിരിക്കുക. അങ്ങനെ എഴുതാൻ പറ്റുമോ? അങ്ങനെ എഴുതാൻ പാടില്ല കേട്ടോ. എനിക്ക് അയച്ചെന്ന പ്രോബ്ലത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അതായത് ഫ്രാക്ഷൻ തലതിരിച്ച് എഴുതണം, അതായത് ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആയിട്ട് മാറ്റുന്നത് അത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് വളരെ എന്താ അതിന് പറയുന്ന പേരെന്താണ്? റെസിപ്രോക്കൽ ആവുക, അതായത് മുകളിലുള്ളത് താഴെയും താഴെയുള്ളത് മുകളിലും. എന്നാ പറയുന്നത്? റെസിപ്രോക്കൽ. ഇംഗ്ലീഷ് വേർഡാണ്. RECIPROCAL. കാര്യമായിട്ട് പഠിച്ചില്ലെങ്കിലും ചിഹ്നം മാറുന്ന സമയത്ത് അത് 1 ആ വാല്യൂ ആയിട്ട് മാറും, അതായത് 2/5. കണ്ടോ? നമ്മൾ അങ്ങനെ ചിഹ്നം മാറ്റിയിട്ട് ഇങ്ങനെയാവും, 1/2/5 ആവും. മനസ്സിലായോ? ഇങ്ങനെയായിട്ട് മാറും, അതുകൊണ്ടാണ് അവിടെ തലതിരിഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോ അതിങ്ങനെ റെസിപ്രോക്കൽ ആയിട്ട് എഴുതാൻ മറക്കരുത്. ആരോ എനിക്ക് അയച്ചെന്ന പ്രോബ്ലത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്ത് വരും? മൾട്ടിപ്ലിക്കേഷൻ ആവുമ്പോ 4 into 5 divided by 7 into 2, 20/14. വെട്ടിപ്പൂരിയേ? 10/7 10/7. ഇനി എന്താ? ഈ 10/7 4/9 കുറയ്ക്കണം. 10/7 minus 4/9. ഡിഫറെന്റ് ആയിട്ടുള്ള ഡിനോമിനേറ്റേഴ്സ് അല്ലേ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണ്ടേ? 10 into 9 എന്ത് വരും? മൈനസ് 7 into 4 divided by 7 into 9 അല്ലേ? 90 minus 28 divided by 63. ഇവിടെ എന്താ വരിക? 90 minus 28. നോർമൽ ആയിട്ടുള്ള കുറക്കലാണ്. എന്ത് വരും? പ്ലസിന്റെ ചിഹ്നം വരും. 90 minus 28. എന്താ വരിക ആൻസർ? 62. 62 അല്ല വരിക? അതെ. 2/63. 2 divided by 63. ഇതാണ് 62/63 ആണ് ആൻസർ കിട്ടുക. അടുത്ത പ്രോബ്ലം എന്താ വരുന്നത്? Five by 6. 5/6 into 6/7 divided by 2/7 into
4/9 അല്ലേ? വലിയൊരു ബ്രാക്കറ്റും. അല്ലേ? ഇതല്ലേ ക്വസ്റ്റ്യൻ? എന്ത് വരും? ആദ്യം എന്ത് ചെയ്യണം? ഡിവിഷൻ ചെയ്യാൻ നിൽക്കരുത്. കാരണം എന്താ, ഇവിടെ ബ്രാക്കറ്റ് തന്നിട്ടുണ്ട് അല്ലേ? ആദ്യം ബ്രാക്കറ്റുകളെ കളയണം. അതായത് 5/6 ഇൻറ്റു 6/7 അതാണ് ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളത്. അതുപോലെ തന്നെ 2/7 ഇൻറ്റു 4/9 അതാണ് ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള നമുക്ക് ചെയ്യേണ്ടത് ആദ്യത്തെ. ബ്രാക്കറ്റ് ഉണ്ടോ മാം അതിന്? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇട്ട ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അങ്ങനെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്. ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് വേണം ഡിവിഷൻ ചെയ്യാമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു. അതാണ് ഞാൻ ഇങ്ങനെ ടിക്ക് ഇട്ടത്. ഞാൻ പറഞ്ഞു പോയിട്ടുള്ള പ്രോബ്ലംസ് ഞാൻ ഇങ്ങനെ ടിക്ക് ഇട്ടിട്ടുണ്ട്. കണ്ടോ? തേർഡ് പ്രോബ്ലം എടുത്താൽ അറിയാം. ആദ്യം അഡീഷൻ ചെയ്യണം, അതിനുശേഷം മൈനസ് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ മുന്നത്തെ ക്ലാസ്സിൽ. കഴിഞ്ഞു മാം. എന്താ വന്നേ പ്രോബ്ലം? ആൻസർ എന്താ വന്നേ? ഫസ്റ്റത്തെ ഇതിന്റെ മൾട്ടിപ്ലിക്കേഷന്റെ ആൻസർ എന്താ വന്നേ? 30/8/6 30/42 divided by എന്താ ആൻസർ വരിക? divided by 14/63 അല്ലേ? അല്ലേ? ആദ്യത്തെ മൾട്ടിപ്ലിക്കേഷൻ 5/6 ഇൻറ്റു 6/7 അതിന്റെ ആൻസർ ആണ് 30/42. രണ്ടാമത്തെ മൾട്ടിപ്ലിക്കേഷൻ 2/7 ഇൻറ്റു 4/9 അതിന്റെ ആൻസർ ആണ് 14/63. ഓക്കെ അല്ലേ? 14 18. ഇവിടെ 8 വരും. ഞാൻ 7 വെച്ച ചെയ്ത 7 ഇൻറ്റു 2 ചെയ്തു. ഓക്കെ അല്ലേ? 8/63 ആണ്. 8/63. മാം അതിലെ 30/42 എന്നുള്ളത് അത് വെട്ടിച്ചുരുക്കണോ? നമുക്ക് വെട്ടിച്ചുരുക്കാം. 10/14 കിട്ടും. 10/14 നമുക്ക് വീണ്ടും വെട്ടിച്ചുരുക്കാം. 5/7 വരും. ഓക്കെ, ഞാനിപ്പോ അത് നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ടുണ്ട്. അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു തന്നത്. ഇപ്പൊ മനസ്സിലായോ? 5/6 ഇൻറ്റു 6/7 ചെയ്തതിന്റെ ആൻസർ ആണ് 30/42 കിട്ടിയത്. അതുപോലെ തന്നെ 2/7 ഇൻറ്റു 4/9 ചെയ്തതിന്റെ ആൻസർ ആണ് 14/63. 80/63 വരുന്ന. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇവിടെ വെട്ടി ചെറുതാക്കാനായിട്ട് പറ്റുന്നുണ്ട്. എന്താ ഇവിടെ എന്ത് വരും? 5/7 വരും. 5/7 അതിൽ വെട്ടി ചെറുതാക്കുന്നതില് 6 കൊണ്ട് വെട്ടി ചെറുതാക്കുന്ന. ഓക്കെ, 30-ല് 5 times 6 വരുന്നുണ്ട്. 42-ല് 7 times 6 വരുന്നുണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്ത് വരും? 5/7 divided by 8/63. ഇനി എന്താ ചെയ്യാ? 5/7 ഇൻറ്റു
63/8 ആയിട്ട് മാറും അല്ലേ? അതെ. ഇനി എന്ത് ചെയ്യണം? 5 into 63 divided by 7 into 8. എന്താ വരിക ആൻസർ? 5 into 63 divided by 8. 5 into 63. അല്ല 315 5 into 63. 315. 315. 315. divided by 56 756. 56. അല്ലേ? 56 അല്ലേ? Yes. വെട്ടിക്കാൻ പറ്റുമോ നോക്ക്? Uh, 315 by 56. 7 കൊണ്ട് ഏതിലെ കോമൺലി പോവോ? 7 7 പോവോ? പോകും. 7 എത്ര ടൈംസ് പോവും? 45. 45 divided by 8. 8 8 അല്ലേ? ഇനി പോവോ? 45 by 8. പോവോ? പോകാൻ സാധ്യത. 8. 40. ഇല്ല, ചാൻസ് ഇല്ല. ഇനി പോവോ? ഇല്ല. ഇല്ല. അപ്പൊ 45 by 8 വരും. ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഒന്ന് നോട്ട് ചെയ്യാട്ടോ പ്രോബ്ലം. എവിടുന്നാണ് സ്റ്റാർട്ടിങ്? നോട്ട് ചെയ്ത്. അടുത്ത പേജ് വേണ്ടപ്പോ പറഞ്ഞാ മതി. 4/5 മൈനസ് 1/3. ഡിനോമിനേറ്റേഴ്സ് ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ തന്നെ ചെയ്യണം. എന്ത് വരും? 4 into 3 5 into 1 divided by 5 into 3. എന്ത് വരും? 12 minus 5 divided by 15. എന്ത് വരും? 7 by 15. -7 by 15. മൈനസ് വരുമോ? ഇല്ല, മൈനസ് എന്തിനാ? മൈനസ് എന്തിനാ? ഇല്ല. 12 by 12 5 is small or 12 is 7 വരും divided by 15 എഴുതാം. ഇത് ഓപ്ഷനില് ഒരു ആൻസർ ആയിരുന്നു. അതായത് ഓപ്ഷനില് ഈ ഒരു ആൻസർ ഉണ്ടായിരുന്നു, ബാക്കി 3 ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ വിട്ടു തരാം, അപ്പൊ നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്ത് നോക്കിയിട്ട് ഒരു മാർക്ക് മേടിക്കാം നമുക്ക്. ഓക്കെ, സിമ്പിൾ അല്ലേ? അതായത് ഒരു 25 ക്വസ്റ്റ്യനോളം 25 ക്വസ്റ്റ്യനോ നമുക്ക് 1 വേർഡ് ആയിരിക്കും. ഓക്കെ, ബാക്കി 3 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ട്. അതുപോലെ തന്നെ 5 മാർക്കിന് ക്വസ്റ്റ്യൻസും ഉണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വിടും നോക്കട്ടെ. ഞാൻ മുന്നേ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ വിട്ടിട്ടുണ്ടായിരുന്നു, അതിൽ നോക്കിയാൽ മനസ്സിലാവും. 2-3 വർഷത്തെ മാത്സ് ആൻഡ് സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുകയാണെങ്കിൽ വർഷത്തെ ഇല്ല, ആകെ 2 പേപ്പർ ഉണ്ടാവുള്ളൂ. സിലബസ് മാറിയതിനു ശേഷം 2 എക്സാം നടന്നിട്ടുള്ളൂ. ഇത് രണ്ടാമത്തെ.
അത് കിട്ടുമല്ലേ? ഞാൻ മുന്നേ പറഞ്ഞ വിട്ട് തന്നിട്ടുണ്ടായിരുന്നോ? അത് കിട്ടിയിട്ടുണ്ട്. ആ അപ്പൊ ഇപ്പോഴത്തെ തരാം. അതിലൊരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു. സിമ്പിൾ അല്ലേ? അത് സിമ്പിളാ. ആ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ ഈസ് ഡാഷ്. SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ ഈസ് ഡാഷ്. നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഡിഗ്രി സെൽഷ്യസ് ആണ്, രണ്ടാമത്തെ ഹീറ്റ് ആണ്, മൂന്നാമത്തെ കെൽവിൻ ആണ്, നാലാമത്തെ കാൻഡില. ഇങ്ങനെ ഒരു 4 എക്സാമ്പിൾസ് നമുക്ക് തന്നിട്ടുള്ള ഏതായിരിക്കും? ഡിഗ്രി സെൽഷ്യസ് അല്ലേ? SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ. എ ഡിഗ്രി സെൽഷ്യസ് ആണ്, ബി ഫാരൻഹീറ്റ് ആണ്, സി കെൽവിൻ ആണ്, ഡി കാൻഡില. ഏതാ ആൻസർ? ഡിഗ്രി സെൽഷ്യസിൽ SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ്. സെൽഷ്യസ് ആണോ? അല്ലേ? കാൻഡില അല്ല, അത് നമുക്കറിയാം. ബാക്കി സയൻസിന്റെ നോട്ട് എടുത്ത് കെൽവിൻ അല്ലേ മാം? കെൽവിൻ അല്ലേ? എന്താ എന്താ? കെൽവിൻ ആണല്ലോ. കെൽവിൻ ആണ് റൈറ്റ് ആൻസർ. സയൻസിന്റെ നോട്ട് എടുത്ത് നോക്കണോ? ടെമ്പറേച്ചർ കെൽവിനിലാണ്. ഞാനൊരു ടേബിൾ തന്നിട്ടുണ്ടായിരുന്നു. ആ ടേബിളിൽ കറക്റ്റ് ആയിട്ട് അതിന്റെ SI യൂണിറ്റും അത് എഴുതുന്ന സിമ്പിളും കാണിച്ചിട്ട് തന്നിട്ടുണ്ട്. കെൽവിൻ മറക്കോ? ഇനി മറക്കരുത്. ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് കെൽവിൻ ആണ്. നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന് വെച്ചിട്ട് അതാന്ന് വിചാരിച്ചു പോരുത്. കെൽവിൻ ആണ് എന്ത് SI യൂണിറ്റ്, ടെമ്പറേച്ചറിന്റെ. ഓക്കെ. അടുത്തത് ഡാഷ് ഈസ് ദി SI യൂണിറ്റ് ഓഫ് ടൈം. ഡാഷ് ഈസ് ദി SI യൂണിറ്റ് ഓഫ് ടൈം. ടൈമിന്റെ SI യൂണിറ്റ് ഏതാന്ന് ചോദിച്ചിട്ടുള്ള ഓപ്ഷൻസ് തരാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് മിനിറ്റ് ആണ്, ബി ഹവേഴ്സ് തന്നിട്ടുണ്ട്, സി സെക്കൻഡ് തന്നിട്ടുണ്ട്, ഡി ടൈമിന്റെ SI യൂണിറ്റ് സെക്കൻഡ് ആണ്. ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് known on systems of unit. എന്തേലും ഡൗട്ട് ചോദിക്കണതാണോ നിങ്ങള്? നിങ്ങളായിട്ട് പറയുന്നതാണല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനാ. റൈറ്റ് എ നോട്ട് ഓൺ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. സിസ്റ്റം ഓഫ് യൂണിറ്റ്സിനെ കുറിച്ച് ഒരു നോട്ട് എഴുതാനാ പറഞ്ഞിട്ടുള്ളത്. എന്താ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്? സിസ്റ്റം ഓഫ് യൂണിറ്റ്സില് 3 ടൈപ്പ് സിസ്റ്റങ്ങളാണ് വരുന്നത്. ഒന്ന് ബ്രിട്ടീഷ് സിസ്റ്റം, 2 മെട്രിക് സിസ്റ്റം, 3 സിസ്റ്റം ഇന്റർനാഷണൽ അല്ലെങ്കിൽ SI യൂണിറ്റ് ഓഫ് സിസ്റ്റം അല്ലേ? ഇങ്ങനെ 3 ടൈപ്പാണ് വരുന്നത്. നമ്മളൊരു ഫ്ലോ ചാർട്ട് വരച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇവിടെ എന്താ സിസ്റ്റം
ഓഫ് യൂണിറ്റ്സ്. ഓഫ് യൂണിറ്റ്സ് ബ്രിട്ടീഷ് മെട്രിക് SI. യൂണിറ്റ്സ്. ബ്രിട്ടീഷ് ബ്രിട്ടീഷ് സിസ്റ്റം. രണ്ടാമത്തെ പിന്നെ മെട്രിക് സിസ്റ്റം. മെട്രിക്. ഈ മെട്രിക് സിസ്റ്റത്തിൽ തന്നെ രണ്ടെണ്ണം വരുന്നുണ്ട്. ഇവിടെ SI അല്ലെങ്കിൽ സിസ്റ്റം ഇന്റർനാഷണൽ അല്ലേ? ഫ്ലോ ചാർട്ട് ആദ്യം തന്നെ വരച്ചു വെക്കാം. അതെ. ഇവിടെ CGS സിസ്റ്റം ഉണ്ട്, MKS സിസ്റ്റം ഉണ്ട് അല്ലേ? സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ ആദ്യം ഈ ഒരു ഫ്ലോ ചാർട്ട് വരച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ മാർക്ക് ഉറപ്പിക്കാം. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഇത് എന്താണെന്ന് എഴുതിയാൽ മാത്രം മതി അല്ലേ? ബ്രിട്ടീഷ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണല്ലേ മാം? എന്താ FPS അല്ലേ? FPS മെട്രിക് സിസ്റ്റത്തിൽ രണ്ട് സിസ്റ്റങ്ങൾ തന്നിട്ടുണ്ട്. അതാണ് CGS സിസ്റ്റം, MKS സിസ്റ്റം. SI സിസ്റ്റം എന്താ? ലേറ്റസ്റ്റ് ഫോം ഓഫ് മെട്രിക് സിസ്റ്റം. ലേറ്റസ്റ്റ് ഫോം ഓഫ് മെട്രിക് സിസ്റ്റം ഈസ് കോൾഡ് SI യൂണിറ്റ് ഓഫ് സിസ്റ്റം അല്ലെങ്കിൽ സിസ്റ്റം ഇന്റർനാഷണൽ. അത് ഏത് വർഷം? 1960. 1960. ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതിയില്ലെങ്കിലും ഇത്ര കാര്യങ്ങൾ എഴുതാം. പിന്നെ നമുക്ക് ഏതാ ബ്രിട്ടീഷ് സിസ്റ്റത്തിനെ കുറിച്ച് എഴുതുമ്പോ FPS എന്താന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടേ? ബ്രിട്ടീഷ് സിസ്റ്റത്തില് എന്തായിരുന്നു വന്നേ? അതായത് ഏതൊക്കെയാ? F എന്താ? പൗണ്ട് സെക്കൻഡ്. ലെങ്ത് ഫൂട്ട്. സെക്കൻഡ്. മാസ് പൗണ്ട്. ടൈം സെക്കൻഡ്. FPS അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആയിട്ടുള്ള ലെങ്ത് ഫൂട്ടിലും മാസ് പൗണ്ടിലും ടൈം ഈസ് ഇൻ സെക്കൻഡിലും. അപ്പൊ തന്നെ ബ്രിട്ടീഷ് സിസ്റ്റം കഴിഞ്ഞു. പിന്നെന്താ? മെട്രിക് സിസ്റ്റത്തിലെ CGS സിസ്റ്റം ആദ്യം എഴുതാം. ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആയിട്ടുള്ള ലെങ്ത് സെന്റിമീറ്ററിലോ മാസ് ഗ്രാമിലും ടൈം സെക്കൻഡിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ MKS ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആയിട്ടുള്ള ലെങ്ത് എന്താ? മീറ്റർ. മാസ് കിലോഗ്രാം. ടൈം സെക്കൻഡ്. 10 seconds. യൂണിറ്റ് എന്താണെന്ന് കൂടി എഴുതാം. അത് നമ്മൾ പറഞ്ഞു. ലേറ്റസ്റ്റ് ഫോം ഓഫ് മെട്രിക് സിസ്റ്റം ഈസ് കോൾഡ് SI സിസ്റ്റം, അതായത് സിസ്റ്റം ഇന്റർനാഷണൽ. അത് ഏത് ഇയറിലാണ്? 1960 ഫോം ചെയ്തത് അല്ലേ? ഇത്ര കാര്യങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടും. ഈ പറഞ്ഞ കാര്യങ്ങൾ എഴുതിയ നമ്മളിപ്പോ കുറച്ച് ക്ലാസ് ആയിട്ട് 1 മാസമായിട്ട് പഠിച്ച ഇതിൽ നിന്ന് നോക്കുമ്പോ നമുക്ക് എത്ര മാർക്ക് കിട്ടും? 8 മാർക്ക് കിട്ടണം. വേണ്ടേ? ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി പഠിക്കാം. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ വിട്ടുതരാം നിങ്ങൾക്ക്. ഓക്കെ? ഇപ്പൊ എടുത്ത ചാപ്റ്ററും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോ ഇത്ര ക്വസ്റ്റ്യനെ നമ്മൾ പഠിച്ച ഭാഗത്തുനിന്നുള്ളൂ. ഓക്കെ? മൈൻഡപ്പ് ചെയ്താലോ? ക്ലാസ് അയച്ചു തരാം. ക്വസ്റ്റ്യൻ പേപ്പർ വിട്ടുതരാം. എക്സാം കഴിഞ്ഞതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വിട്ടുതരാം. അപ്പൊ നിങ്ങളൊന്ന് നോക്കി നോക്കൂ. നിങ്ങൾക്ക് ഇപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലാവുള്ളൂ, കാരണം ഇത്രയും നമ്മൾ എടുത്തിട്ടുള്ളൂ.
അതെ